ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 90,000-ഓളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകളിലൂടെ വിജ്ഞാനം വിരൽത്തുമ്പിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷെ നമുക്കറിയാം, മനുഷ്യത്വം ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ചന്ദ്രനിലുള്ള ഒരു ഗർത്തത്തിൻ്റെ ആഴം ഇത്ര സെൻറ്റിമീറ്ററാണ് എന്ന് അളക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച് നിൽക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദനയെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ സമസ്ത മനുഷ്യരാശിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയം തേടാവുന്ന ഒരേ ഒരു ജീവിത ദർശനമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. ആ ദർശനത്തിൻ്റെ പതിനായിരക്കണക്കിന് വർഷങ്ങളായി നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ ഇങ്ങേ തലയിലെ കണ്ണികളാണ് നാം ഓരോരുത്തരും എന്ന ആ ബോധത്തിൻ്റെ തലത്തിലാണ് ഹിന്ദു ഏകതയ്ക്ക് വേണ്ടി നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആ സംസ്കാരത്തെയാണ് നാം സനാതനം എന്ന് വിളിക്കുന്നത്. സനാതനം എന്ന് വെച്ചാൽ ആദിയും അന്തവുമില്ലാത്തത് എന്നാണ്. അതായത് തുടക്കവും ഒടുക്കവുമില്ലാത്തത്, നിരന്തരമായത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ നൈരന്തര്യം ഈ സംസ്കാരത്തിന് വന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സനാതനം എന്ന പേര് പറയുമ്പോൾ തന്നെ അപ്പോൾ അതിനടിയിൽ കമൻറ്റുമായിട്ട് ആളുകൾ വരുന്നത് നമ്പൂതിരിയുടെ സംബന്ധം പറഞ്ഞിട്ടാണ്. അതല്ലെങ്കിൽ തൊട്ടുകൂടാത്തവൻ, തൊണ്ടിക്കൂടാത്തവൻ, വഴി നടത്തുകൂടാത്തവൻ, കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കാത്തവൻ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീയിൽ ചാടി മരിക്കേണ്ടവൻ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ സനാതനം എന്ന വാക്ക് നമ്മൾ ഉച്ചരിച്ചാൽ തന്നെ അതിനിടയിൽ കമൻറ്റുമായിട്ട് ആളുകൾ വരുന്നതെന്ന്. ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രത്തിന്, ഒരു രാജ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 100, 150, 200 വർഷം മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ 10,000-ഓ 50,000-ഓ വർഷം പുറകിലെ നമ്മുടെ സംസ്കാരത്തെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം. സദാശിവനിൽ നിന്ന് ആരംഭിച്ച ആ അറിവ്, ഭാരതം എന്ന പേര് തന്നെ ഭാസിൽ രമിക്കുന്നവനെന്ന, അതായത് അറിവിൽ വിളങ്ങുന്നവനെന്ന. അറിവിനെയാണ് ഭാരതം എക്കാലത്തും ബഹുമാനിച്ചിരുന്നത്. ഇന്ന് ശാസ്ത്ര പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന പാശ്ചാത്യരെ സംബന്ധിച്ച് അവരുടെയൊക്കെ പൂർവികര് ഉടുതുണി ഉടുക്കാതെ കാട്ടിൽ നീലച്ചായം പൂശി നടന്നിരുന്ന കാലത്ത് വിജ്ഞാനത്തിൻ്റെ സകല മേഖലകളിലും വിരാജിച്ചിരുന്ന പൂർവികരുള്ള നാടാണ് ഭാരതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആര്യഭടനും വരാഹമിഹിരനും എന്തിനേറെ നമ്മുടെ കയ്യെത്താ ദൂരത്തുള്ള സംഗമഗ്രാമം മാധവനുമൊക്കെ ഗണിതത്തിന് നൽകിയ സംഭാവനകൾ, ആ സംഭാവനകൾ മുഴുവൻ ഇന്നും പാശ്ചാത്യ ലോകം പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രകാശത്തിൻ്റെ വേഗത ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് മരച്ചുവട്ടിലിരുന്ന് മനക്കണക്ക് കൊണ്ട് കണക്ക് കൂട്ടിയെടുത്ത സയനാചാര്യൻ നമ്മുടെ പൂർവികനാണെന്നാണ്. ആ പ്രകാശവേഗത അത് തന്നെയാണ് എന്ന് പാശ്ചാത്യന് മനസ്സിലാവാൻ പിന്നീടും നൂറുകണക്കിന് വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് ആര്യഭട്ടൻ പറഞ്ഞപ്പോൾ അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാഗവതത്തിൽ ഭൂഗോള വർണ്ണനയുണ്ട് നമുക്ക്. അതിനും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിൽ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. കാലഗണന എടുത്തു നോക്കിയാൽ ഭാരതത്തിൻ്റെ കാലഗണന പ്രകാരം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ആധുനിക കാലഗണനയുമായിട്ട് ബന്ധപ്പെട്ട് 4.25 ദശലക്ഷം വർഷമാണ്. അവരിപ്പോൾ അത് അംഗീകരിക്കണ്ടേ എന്നുള്ള ചർച്ചയിലാണ്. എന്താ 4.25 ദശലക്ഷം വർഷമാണോ ഈ ഭൂമി ഉത്ഭവിച്ചിട്ട് എന്നുള്ള കാര്യം അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയിലാണ് പാശ്ചാത്യ ലോകം ഇപ്പോഴും. അത് ഭാരതത്തിൻ്റെ കാലഗണന പ്രകാരം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്ന്. വീണ്ടും നീണ്ടു കിടക്കുകയാണ് ചതുർയുഗങ്ങൾ. നമുക്ക് സത്യയുഗവും കൃതയുഗവും ദ്വാപരയുഗവും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും നീണ്ടു കിടക്കുകയാണ്. ധർമ്മത്തിന് വേണ്ടി ഭാരതത്തിലെ യുദ്ധം നടന്നിട്ട് ആ യുദ്ധം അവസാനിച്ച് ധർമ്മം സ്ഥാപിച്ചതിന് ശേഷം 5100 വർഷം പിന്നെയും കഴിഞ്ഞു നമുക്ക്. എന്നിട്ട് ആ സംസ്കാരത്തിൻ്റെ കൂടെയാണ് ഇന്നും നമ്മുടെ ചരിത്രകാരന്മാര് ഗ്രീക്ക് സംസ്കാരത്തെയും റോമൻ സംസ്കാരത്തെയും മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെയൊക്കെ കൂട്ടിക്കെട്ടാൻ വേണ്ടി നോക്കുന്നത്. ഈ യവനന്മാരുടെ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കിടുകിട വിറച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിലെ എന്താണോ ഏറ്റവും ഉത്തമമായത് അത് മുഴുവൻ തങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ചിരുന്ന റോമൻ സാമ്രാജ്യമുണ്ടായിരുന്നു എന്ന്. ജനങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സീസർ ചക്രവർത്തിമാരുടെ ആ ചെങ്കോലും കിരീടവും ഒക്കെ ഇന്ന് എവിടെ പോയി? എന്നിട്ടും 1000 ആണ്ടുകൾ അടിമത്വം പേറി ഭാരതം മുന്നോട്ട് പോയിട്ടും ഇന്നും നമ്മൾ ആ സനാതന ധർമ്മത്തിൻ്റെ വക്താക്കളായി നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സനാതന ധർമ്മത്തിൻ്റെ
മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടൊരു നമ്പൂതിരി ആടിനെയും കൊണ്ട് പോകുന്ന സമയത്ത് ആ ആടിനെ കൈക്കലാക്കണമെന്ന് ചിന്തിച്ച ചില കള്ളന്മാർ അവർ ഗൂഢാലോചന നടത്തി പല സ്ഥലത്തായി നിന്നു. നമ്പൂതിരി ആടിനെയും കൊണ്ട് വരുന്ന സമയത്ത് പറഞ്ഞു, ആദ്യത്തെ ആൾ ചോദിച്ചു, തിരുമേനി ഈ പട്ടിയെയും കൊണ്ട് എങ്ങടാ പോകുന്നത് ചോദിച്ചു. അപ്പൊ തിരുമേനി പറഞ്ഞു, ഇത് പട്ടിയല്ല, ഇത് ആടാണെന്ന് പറഞ്ഞു. വീണ്ടും തിരുമേനി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയ സമയത്ത് അടുത്ത ആൾ ചോദിച്ചു, അല്ല തിരുമേനി ഈ പട്ടീനെയും കൊണ്ട് എങ്ങടാ പോണത് എന്ന് ചോദിച്ചു. അപ്പൊ തിരുമേനിക്ക് ചെറിയ സംശയമായി, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇത് പട്ടി തന്നെയാണോ കയ്യിലിരിക്കുന്നതെന്ന് അല്ലേ. പക്ഷെ എന്നാലും ധൈര്യപൂർവ്വം തിരുമേനി പറഞ്ഞാൽ ഇത് ആടാണെന്ന്. വീണ്ടും മുന്നോട്ട് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ആൾ ചോദിച്ചു, അല്ല തിരുമേനി ഈ പട്ടീനെയും ചുമന്നിട്ട് എങ്ങടാ പോകുന്നത്. അപ്പൊ തിരുമേനിക്ക് ഏതാണ്ടൊരു സംശയം വന്നു, ഇത് പട്ടി തന്നെയാണോ എന്നുള്ളത്. കുറച്ചും കൂടി മുന്നോട്ട് പോയ സമയത്ത് ആരും കാണാതെ തിരുമേനി ആ ആടിനെ ചുമലിൽ നിന്ന് ഇറക്കി വെച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് ഈ കള്ളന്മാരൊക്കെ കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് ആടിനെ കശാപ്പ് ചെയ്ത് കഴിച്ചു. ഈ കഥ ഇവിടെ പറയാനുണ്ടായ സാങ്കത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സനാതനധർമ്മത്തെ ഇന്ന് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലാണ് ഇതിൻ്റെ മുഴുവൻ ശത്രുക്കളും നമുക്ക് ചുറ്റും നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ട് അതാത് സമയത്ത് അവതരിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെയും ആത്മീയ ആചാര്യന്മാരിലൂടെയും ഗുരുപരമ്പരകളിലൂടെയും സമയാസമയങ്ങളിലെ നവീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സനാതന സംസ്കാരം എന്ന് വിളിക്കുന്നത്. കാരണം അത് ഭഗവാൻ നമുക്ക് നൽകിയ വാക്കാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന്. എവിടെയാണോ അധർമ്മം തലപൊക്കുന്നത്, എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ആ സമയത്ത് ഞാൻ അവതരിക്കുമെന്നുള്ളത് ഭഗവാൻ നമുക്ക് നൽകിയ വാക്കാണ്. അത് ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ട് അവതരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. കാരണം അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് വേദോപനിഷത്തുക്കളിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നീയാണ് ഭഗവാൻ എന്നാണ്. നമ്മുടെ ഒരു കവി പാടിയിട്ടുണ്ട്, ദയാപൂർവം അമ്പേ മൃഗത്വത്തിലാഴും നരന്മാർക്കു നീയേകി നാരായണത്വം. അല്ലെ, ദയാപൂർവം അമ്പേ മൃഗത്വത്തിലാകും നരന്മാർക്കു നീയേകി നാരായണത്വം എന്ന്. അതാണ് ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ഈ സംസ്കാരം നമുക്ക് വെച്ച് നീട്ടുന്നത്, ഈ സനാതനധർമ്മം നമുക്ക് വെച്ച് നീട്ടുന്നത് ഈ നേരത്തെ പറഞ്ഞ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമെല്ലാം നമ്മെ ഉദ്ബോധിപ്പിച്ച ഈ അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും, മൃഗത്വത്തിൽ ആന്ത് കിടക്കുന്ന ഓരോ മനുഷ്യനും ആ നാരായണത്വം കൈവരിക്കാമെന്നുള്ളത് തന്നെയാണെന്ന്. അതാണ് ഈ പുണ്യഭൂമിയുടെ പവിത്രത എന്നുള്ളത്. അപ്പോൾ ആരാണ് ഹിന്ദു എന്ന് ചോദിക്കും അല്ലേ. ഈ സനാതന ധർമ്മത്തെ സ്വന്തം ധർമ്മമായിട്ട് കരുതി ആചരിച്ച് ജീവിക്കുന്ന ഏതൊരാളും ഹിന്ദുവാണ് എന്നുള്ളതാണ്. ആ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശൈവ സവൈ ഹിന്ദു രിതിസ്മൃത എന്നാ പറയുന്നത്. ആരാണോ ഈ ഭൂമിയെ, ഈ ഭാരതഭൂമിയെ സ്വന്തം അമ്മയായി കരുതി, ആരാണോ ഇതിൻ്റെ പൈതൃകത്തെ സ്വന്തം പൈതൃകമായി കരുതി
ജീവിക്കാൻ തയ്യാറാകുന്നത് അവർ മുഴുവൻ ഹിന്ദുക്കളാണെന്ന്. കാരണം ഈ ഭാരതം സനാതന ധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പിടി മണ്ണല്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ അതിർത്തിയല്ല. ഈ ഭാരതം നമുക്ക് മോക്ഷമേകുന്ന ഭൂമിയാണ്, യോഗഭൂമിയാണ്, കർമ്മഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. ഇവിടെ നമ്മൾ നടത്തിയ യുദ്ധങ്ങൾ മുഴുവൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണെന്നാ അല്ലേ? ഭഗവാൻ ഉപദേശിക്കുന്ന ഗീതയിലെ ആദ്യ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അല്ലേ? യുദ്ധം പോലും നമുക്ക് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്നാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറക്കാതിരിക്കേണ്ടതെന്ന്. കാരണം തന്ത്രപൂർവം എല്ലാവരും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. എന്ത്? അഹിംസ പരമോധർമ്മ. നമുക്ക് ലോജിക്കലി വളരെ ശരിയായിട്ട് തോന്നിയത് എന്താണ്? അഹിംസയാണ് പരമമായിട്ടുള്ള ധർമ്മം. അതിനിടെ ചില ആളുകൾ നമ്മളെ ബോധിപ്പിച്ചു എന്ത്? ഇടത് കവിളിൽ തടിച്ചാൽ വലത് കവിളും കാണിച്ചു കൊടുക്കണമെന്ന് അല്ലേ? അങ്ങനെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ മഹാഭാരത യുദ്ധം ഉണ്ടാകുമായിരുന്നു. കാരണം അഹിംസ പരമോധർമ്മ എന്ന് പറയുന്ന ആ വരിയെ തുടർന്ന് വരുന്ന വരി ധർമ്മഹിംസ തദൈവച എന്നാണ്. എന്താണ്? ധർമ്മത്തിന് വേണ്ടിയുള്ള ഹിംസയും അംഗീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ കേവലം ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അതിർത്തികൾ മാത്രമല്ല, പിന്നെന്താ? അവിടെയാണ് ആ കവിവചനം നമ്മൾ ഓർക്കേണ്ടത്. അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം അല്ലേ? കൈലാസത്തിലെ ശിവനും ഇങ്ങ് തെക്ക് കന്യാകുമാരിയിൽ അംബയും ഇരിക്കുകയാണ്. അവര് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന, അവരുടെ കണ്ണേറ് കൊള്ളുന്ന ആ നല്ല രാജ്യമാണ് ഭാരതം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യം നമ്മുടെ ഒത്തൊരുമ ഇല്ലായ്മ കൊണ്ട്, ഈ ധർമ്മത്തിനോടുള്ള നമ്മുടെ പ്രതിപത്തി ഇല്ലായ്മ കൊണ്ട് പല ഭാഗങ്ങളും മുറിഞ്ഞറ്റുപോയി അല്ലേ? ദിഗന്ധങ്ങൾ ഉൾക്കൊണ്ട സാമ്രാജ്യം ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ക്ഷയിക്കുന്നുവോ? മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി ദിൻകാലിലെ പൊൽച്ചിലങ്ക എന്നാണ് പറഞ്ഞത്. ലങ്കയിലെ സനാതനധർമ്മം നശിച്ചപ്പോ നമ്മൾ പറഞ്ഞത് മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൽച്ചിലങ്ക എന്നാണ്. അവിടെ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭരണം അവിടെ നടത്തുകയല്ല ചെയ്തത്, മറിച്ച് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറഞ്ഞ് തിരിച്ച് ഭാരതത്തിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ അവിടെ ധർമ്മം സ്ഥാപിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മഭക്തിയായിട്ടുള്ള ജാനകിയുടെ ദേശം നേപ്പാൾ ഇന്ന് സനാതനധർമ്മത്തിൻ്റെ കൂടെയില്ല. വിശാലോജ്വലം നിൻ മഹദ്ഭൂതകാലം, സ്മരിക്കേ സ്ഫുരിപ്പു വൃഥാ തപ്ത ബാഷ്പം. എപ്പോഴാണോ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ വിശാലോജ്വലമായിട്ടുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ആ വിങ്ങൽ വരുന്നുണ്ടെങ്കിൽ, ആ വിങ്ങൽ വരുന്നവനാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരമല്ല ഹിന്ദുവിനെ നിശ്ചയിക്കുന്നത്, മറിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഭാരതം നിങ്ങളുടെ അമ്മയായിട്ട് തോന്നുന്നത്, ഗംഗയെ നിങ്ങൾക്ക് ദേവിയായിട്ട് തോന്നുന്നത്, ഗോവിനെ നിങ്ങൾക്ക് മാതാവായിട്ട് തോന്നുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഹിന്ദു ആകുന്നത്. ആ ഹിന്ദുവിനെ ഐക്യമില്ലായ്മയാണ്
നമ്മുടെ മാനബിന്ദുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. 1056 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് ആക്രമിച്ച് കടന്ന സമയത്ത് നമ്മുടെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിരുന്ന സോമനാഥ ക്ഷേത്രം, നിങ്ങൾക്കറിയാം, ദ്വാരകയുടെ കടപ്പുറത്ത് തലയുയർത്തി നിന്നിരുന്ന ഹിന്ദുവിൻ്റെ അഭിമാന ബിന്ദുക്കളായിരുന്ന സോമനാഥ ക്ഷേത്രം, അന്ന് വെറും 7000 പടയാളികളെ കൊണ്ട് മുഹമ്മദ് ഗസ്നി അത് ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 50,000-ഓളം ഭക്തന്മാരെ ആ ക്ഷേത്രത്തിൽ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 ദിവസത്തെ പോരാട്ടം കൊണ്ട് 50,000-ഓളം ഭക്തരെ കൊന്നൊടുക്കിയിട്ടാണ് മുഹമ്മദ് ഗസ്നി എന്ന ആ വർഗീയവാദി ആ ശിവലിംഗത്തെ തച്ചുടച്ച് ഇവിടെ നിന്നും കെട്ടിവലിച്ച് കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയതെന്ന്. വെറുമൊരു ശിലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ 50,000 പേര് ദേഹത്യാഗം ചെയ്തത്? അല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അനേകായിരങ്ങൾ ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ദേഹത്യാഗം ചെയ്തിട്ടുണ്ടെന്ന്. അവരുടെയൊന്നും ത്യാഗം വെറുതെ ആകരുത്. ആ ത്യാഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിരകളിലൂടെ ഒഴുകേണ്ട രക്തമാകേണ്ടത്. പക്ഷെ ഇന്നും നമ്മൾ ആ സനാതന ധർമ്മത്തെ മറന്നുകൊണ്ട് ഞാൻ നായര്, ഞാൻ നമ്പൂതിരി, ഞാൻ ഈഴവൻ, ഞാൻ OBC, ഞാൻ അവർണൻ, ഞാൻ സവർണൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഭരണകൂടം നൽകുന്ന ചെറിയ ചെറിയ അപ്പക്കഷ്ണത്തിന് വേണ്ടി തമ്മിലടിച്ചുകൊണ്ട് ഈ ഭാരതാംബയുടെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. പഞ്ചതന്ത്രത്തിലെ ഒരു കഥയുണ്ട്. വിഷ്ണു ശർമ്മൻ ഒരു ബ്രാഹ്മണ ബാലനെ ചെറിയ ചെറിയ കഥകളിലൂടെ ഉപദേശിച്ചുകൊണ്ട് ഒരു വലിയ ഹിന്ദു സാമ്രാജ്യം പടുത്തുയർത്തിയ പഞ്ചതന്ത്രം. ഒരുപക്ഷെ നമ്മളിൽ പലരും അത് കേട്ടിരിക്കാൻ സാധ്യതയില്ലാന്ന്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അക്ബറിൻ്റെയും ഔറംഗസീബിൻ്റെയും ഒക്കെ മൊബൈൽ നമ്പർ വരെ നമ്മൾ പഠിക്കുന്നു, അല്ലേ? പക്ഷെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി, ആ അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തിലേക്ക് വന്ന സമയത്ത് ഗംഗാതീരത്ത് ഒരു ഒറ്റത്തോർത്ത് കൊടുത്തൊരു സന്യാസി ഉണ്ടായിരുന്നു, ദണ്ഡ്യായനൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ആ സന്യാസി തൻ്റെ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യാത്രയിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ മേൽക്കോയ്മയെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. പക്ഷേ ഈ ഗംഗാതീരത്ത് അലക്സാണ്ടർ വന്ന സമയത്ത് ഈ ദണ്ഡ്യായനൻ മാത്രം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനത്തിന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടർക്ക് തൻ്റെ ഈഗോ വർക്കൗട്ടായി. അദ്ദേഹം നേരെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ദണ്ഡ്യായനൻ എന്ന് പറയുന്ന ഒറ്റത്തോർത്ത് കൊടുത്ത ആ സന്യാസിയുടെ മുന്നിലെത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ആരാണെന്നറിയോ എന്ന് ചോദിച്ചു. ദണ്ഡ്യായനൻ പറഞ്ഞു, ഭാരതത്തിൽ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്, ഞാൻ ആരാണ്. ഇദ്ദേഹത്തിന് കലി കയറി. ഇദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായിട്ട് ഞാൻ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ദണ്ഡ്യായനൻ അലക്സാണ്ടർ ദി ഗ്രേറ്റിനോട് പറഞ്ഞു, അങ്ങൊരല്പം മാറി നിന്നാൽ എനിക്ക് ആ സൂര്യനെ നേരിട്ട് കാണാം, എൻ്റെ സന്ധ്യാവന്ദനം പൂർത്തിയാക്കാം. അതിനുശേഷം അങ്ങെന്താ വേണ്ടത് ചെയ്തോളുക, കാരണം അങ്ങേക്ക് എൻ്റെ ശരീരത്തെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ സ്തബ്ധനായി പോയി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരമൊരു ചിന്ത, അത്തരമൊരു ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുമുട്ടുകയായിരുന്നു. പിന്നീട് അലക്സാണ്ടർ ഈ ദണ്ഡ്യായനൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു എന്ന്. അതിനുശേഷമാണ് അലക്സാണ്ടർ പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ട് ശവമഞ്ചം കൊണ്ടുപോകണം. കാരണം
ഈ ലോകമറിയണം ഞാനിവിടെ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതുമൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ലോകം അറിയണം എന്നുള്ളത്. അതായിരുന്നു ഭാരതത്തിൻ്റെ സംസ്കാരം. അങ്ങനെ ഭാരതം ഈ ലോകം മുഴുവൻ കീഴടക്കിയത് വസുദൈവ കുടുംബകം എന്ന സങ്കല്പത്തിലൂടെയാണ്. ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന സങ്കല്പത്തിലൂടെയാണ് ഭാരതം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയത്. അതിനവൻ പ്രകൃതിയെ മാതാവായി കണ്ടു, ഭൂമിയെ ദേവിയായി കണ്ടു. ആരെയും കീഴ്പ്പെടുത്താൻ അവൻ ആഹ്വാനം ചെയ്തില്ല. ആ സംസ്കാരത്തിൻ്റെ, മഹിതമായ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരായ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മുടെ ഐക്യമില്ലായ്മയാണ്. അവിടെയാണ് ആ വിഷ്ണു ശർമ്മൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം. കാരണം കുറേ പ്രാവുകൾ ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സമയത്ത് ഈ പ്രാവുകളെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു വേടൻ വല വിരിച്ചു. ആ മരച്ചുവട്ടിലൊരു വല വിരിച്ച വേടൻ ആ വലയ്ക്ക് മുകളിലെ അരിമണികൾ വിതറിയിട്ടു. ഈ അരിമണികൾ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്ത പറന്നിറങ്ങിയ പ്രാവുകളൊക്കെ ഈ വലയിൽ കുടുങ്ങി എന്നുള്ളതാണ്. പ്രാവുകളൊക്കെ പല ദിശയിലേക്ക് പറന്നുയരാൻ വേണ്ടി നോക്കി, ആർക്കും അതിന് സാധിച്ചില്ല. പക്ഷെ അതിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പ്രാവുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ നേതാവ്. ആ നേതാവ് പറഞ്ഞു, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, നമ്മൾ ഒറ്റക്കെട്ടായി ഈ വലയും കൊണ്ട് പറന്നുയരുക. ഞാനൊരു വിസിലടിക്കും, ആ വിസിലടിച്ച സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഈ വലയും കൊണ്ട് പറന്നുയരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് ഈ നേതാവ് പറഞ്ഞു. അങ്ങനെ ആ പ്രാവ് റെഡി 1 2 3 എന്ന് പറഞ്ഞ് ഒരു വിസിലടിച്ചു. ഈ വിസിലടിച്ച സമയത്ത് പല വഴിക്ക് പറന്നുയരാൻ വേണ്ടി നിന്നിരുന്ന ആ പ്രാവുകൾ മുഴുവൻ ഈ വലയും കൊണ്ട് ഒറ്റ ദിശയിലേക്ക് ഉയർന്നു പൊന്തി വലയടക്കം അവര് പറന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതുപോലെ ഹിന്ദു സമാജത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 1925 ഒരു വിസിൽ മുഴങ്ങിയിരുന്നു. ആ വിസിൽ ശബ്ദത്തില് നമുക്കൊന്നിച്ച് ഈ വല ഉയർത്തി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ ബസ്സാണ്. ഇനി മറ്റൊരവസരം നമുക്കില്ല. അതേസമയം ഈ വേടൻ ഇട്ട് തരുന്ന അരിമണികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, ഞാൻ വൈശ്യൻ, ഞാൻ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ വേടൻ വരും, പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ തകർന്നടിഞ്ഞ എല്ലാ സംസ്കാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ചരിത്രത്തിൻ്റെ ശവറ്റുകുട്ടയിലേക്ക് പോകാനുള്ളതല്ല ഈ ലോകത്തിന് വഴികാട്ടിയാകുന്ന സനാതന ധർമ്മം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഹിന്ദു ഏകതയിലൂടെ ഭാരതം അതിൻ്റെ വിശ്വഗുരുസ്ഥാനം വീണ്ടും ഏറ്റെടുക്കുന്ന ആ ശുഭമുഹൂർത്തത്തിനായി നമുക്ക് കാതോർത്തിരിക്കാം. നമുക്കെല്ലാം പരസ്പരം ആലിംഗനം ചെയ്യാൻ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ഞാൻ ശൂദ്രനല്ല, മറിച്ച് ഞാൻ സനാതനിയാണ്, ഞാൻ ഈ ഭാരതാംബയുടെ പുത്രനാണ് എന്നുള്ള ഒരൊറ്റ മുദ്രയിലൂടെ നമുക്കൊക്കെ ഒറ്റക്കെട്ടായി മുന്നേറാം.